ഞാൻ എൻ്റെ RC പെറ്റ് റിസോർട്ട്സിന്റെ താമ്പരം ബ്രാഞ്ചിലാണ് ആദ്യമായിട്ട് വന്നത്, ചെന്നൈക്ക് വന്നതിന് ശേഷം. ECRലും ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് അല്ല, സ്പെഷ്യൽ ആയിട്ട് ഒരു സന്തോഷം തരുന്ന ഒരു കാര്യം നടന്നു. അപ്പോൾ ഞാൻ നിങ്ങളെയൊക്കെ അത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തത്. സത്യത്തിൽ ഈ വീഡിയോ ഞാനല്ല എടുത്തത്, എൻ്റെ ഒരു സ്റ്റാഫാണ്. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന വ്യക്തിയുടെ പേര് പ്രസന്ന എന്നാണ്. ഇവിടുത്തെ സ്റ്റാഫാണ്. ഏകദേശം 1 ഇയർ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന അന്നാണ് പ്രസന്നയുടെ ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ നോർമലായിട്ട് സ്റ്റാഫിൻ്റെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ കേക്കൊക്കെ വാങ്ങിയിട്ട് വന്ന്, ഞാൻ തന്നെ കേക്കൊക്കെ വാങ്ങിയിട്ട് വന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ സെലിബ്രേഷൻ സത്യത്തിൽ ഇത് കുറച്ച് ടച്ചിങ് ആയി. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വ്യക്തി, എനിക്ക് ഒരു 30 വയസ്സിൻ്റെ മേലെയുണ്ട് ഈ വ്യക്തിക്ക്. ഈ വ്യക്തി ജീവിതത്തിൽ ഇതുവരെ കേക്ക് കട്ട് ചെയ്തിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ബർത്ത്ഡേ ഇപ്പോൾ കേക്ക് കട്ട് ചെയ്താൽ മാത്രമേ സെലിബ്രേറ്റ് ചെയ്യൂ എന്നൊന്നും അർത്ഥമില്ല. എങ്കിലും ഓരോ ആളുകളുടെയും ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്കത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അത് എത്രത്തോളം അവരുടെ ലൈഫിൽ ഒരു ഒരു നല്ലൊരു ഫീൽ കൊടുക്കും എന്നുള്ളതിനൊരു നല്ല ഉദാഹരണമായിട്ട് തോന്നി. കാരണം ഇത്രയും വർഷമായിട്ട് ആരും പുള്ളിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യുമ്പോൾ, ഞാൻ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്കത് അറിയണ്ടായിരുന്നില്ല. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തതിന് ശേഷം പുള്ളി എനിക്കൊരു മെസ്സേജ് അയച്ചു, താങ്ക്സ് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചു. കാരണം ജീവിതത്തിൽ ഇതിൻ്റെ മുന്നേ ആരും ഇങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല, വളരെ നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാഫിനോട്, ബാക്കിയുള്ള മാനേജേഴ്സിനോടൊക്കെ പറഞ്ഞു, ഇനി ഇവിടെ ആരുടെയൊക്കെ ബർത്ത്ഡേ വന്നാലും ആ ബർത്ത്ഡേക്ക് സെലിബ്രേറ്റ് ചെയ്യണം. കാരണം നമ്മളൊരു ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ അത് അവരുടെ ലൈഫിൽ അത് വലിയൊരു കാരണം ഒരു വലിയൊരു കാര്യമായിരിക്കും. നമ്മൾ ചെറുതായിട്ട് ചെയ്യുന്ന കാര്യങ്ങളടക്കം. സോ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചെന്നൈയിൽ വന്നതിന് ശേഷം വേറെയും കുറേ വിശേഷങ്ങളുണ്ട് ചെന്നൈയെ പറ്റിയിട്ട്. അത് അടുത്ത വീഡിയോയിൽ കാണാം.